പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുന്നത് പള്ളിപ്രം പ്രസന്നൻ എന്ന വ്യക്തിയാണ്. സാമൂഹ്യ ജീവിതത്തിൽ നിരവധി സമരങ്ങളിൽ കൂടി കടന്നു വന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ. എനിക്ക് ഓർമ്മിക്കാൻ നിരവധി സമരങ്ങളുടെ കഥകൾ തന്നെയാണ് കൂടുതലുമുള്ളത്. വളരെ ചെറിയ നാളിൽ തന്നെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ഈ സമരങ്ങളിലെല്ലാം തന്നെ നിരവധി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില രസകരമായ എന്നാൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഡയറിയിൽ നിരവധി, ഏകദേശം ഞാൻ എഴുതി വച്ചത് മാത്രം ഒരു 200ഓളം സമരമുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ നാടുമായി ബന്ധപ്പെട്ട അവിടെയുള്ള ഒരു ചെറിയൊരു പള്ളിപ്പുറം UP സ്കൂൾ, ആ സ്കൂളിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമരമുഖത്തിന് ആദ്യമായി ഈ സമരം നടത്തുന്നത്. അത് വേറൊന്നുമല്ല, അവിടെയുള്ള പ്രാഥമിക കാര്യമായ മൂത്രപ്പുര ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടി. അവിടെ പ്രാഥമിക സൗകര്യത്തിന് വേണ്ടിയുള്ള മൂത്രപ്പുര ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലക്കാണ്, അതും വളരെ പ്രാകൃതമായ രീതിയിലുള്ളൊരു മൂത്രപ്പുരയാണ്. ഞങ്ങളൊക്കെ ആ ഗ്രൗണ്ടിൽ നിന്നാണ് കളിച്ചു വളർന്നത്. അധികം അവിടെ നിന്ന് കളിക്കുന്ന ബോൾ ഈ മൂത്രപ്പുരയുടെ മേൽഭാഗമൊന്നും ഇല്ല മൂത്രപ്പുരക്ക്. അവിടെ വീണ് അത് എടുക്കാൻ വേണ്ടി ഈ അസഖ്യമായ രംഗമാണ് അതൊക്കെ അവിടെ. പക്ഷേ ആ മൂത്രപ്പുര ഇല്ലാതായതിനു ശേഷം പിന്നെ അവിടെയുള്ള കുട്ടികളെല്ലാം അവരുടെ പ്രാഥമിക കാര്യം നിർവഹിച്ചത് ഈ വഴിയരികളിലാണ്. മറ്റ് വീടിൻ്റെ ചെറിയ കിടങ്ങിൻ്റെ സൈഡ്, മരച്ചൂട്ട്, ഇങ്ങനെയൊക്കെ ആണ് അവർ നിർവഹിച്ചു വന്നിരുന്നത്. എൻ്റെ വീട് ഈ സ്കൂളിൻ്റെ നേരെ തൊട്ട കുറച്ച് സ്കൂളിൻ്റെ താഴെയായിട്ട്, ഒരു സ്കൂൾ വരുന്ന സ്ഥലം എൻ്റെ വീടിന് വളരെ താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ സ്കൂളിൻ്റെ താഴ്ന്ന ഒരു സ്ഥലത്താണ്. സ്കൂളിന് പ്രത്യേക സ്ഥലം, ഈ മൂത്രപ്പുര എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അവരെടുത്തില്ല. ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരുണ്ട്, അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഈ കുട്ടികൾ വന്ന് മൂത്രമൊഴിക്കുന്ന ആ വിഷമം. അപ്പം ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് പേര് സംഘടിച്ച്, കുട്ടികൾ, ആ പാഠശാലയിലുള്ള കുട്ടികളെ സംഘടിച്ച് ഒരു സംഘടന ഉണ്ടാക്കി, ചെറിയ ഒരു കുട്ടി സംഘടന, ലെനിൻ ബാലവേദി എന്നുള്ളൊരു സംഘടന ഉണ്ടാക്കി. കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാൻ കുട്ടികൾ തന്നെ ഒരു സംഘടന ഉണ്ടാക്കി. അങ്ങനെ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭത്തിന് തന്നെ തിരികൊളുത്തി. പ്രക്ഷോഭം എന്ന് പറയാൻ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പ്ലാക്കാർഡെല്ലാം തയ്യാറാക്കി ഒരു കുട്ടി ജാഥ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു.
അത് നമ്മുടെ ഈ പള്ളിപ്പുറം സ്കൂളിൻ്റെ അവിടെ മാത്രമല്ല അങ്ങാടിയിൽ വരെ നമ്മൾ ആ ജാഥ പോയി. ഒരു കുട്ടിപ്പട്ടാളത്തിൻ്റെ ജാഥ, മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ജാഥ നമുക്ക് വളരെ ആവേശകരമായ, കുട്ടികളുടെ പ്രദേശവാസികളുടെ ഒരു അന്നത്തെ ഒരു ആവേശകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. എല്ലാവർക്കും ഈ മൂത്രപ്പുര ആവശ്യമാണ് എന്ന് എല്ലാവരും പഠിക്കണ്ടായി. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് വേണ്ടത്ര ഗൗരവത്തിൽ അത് ഈ വിഷയം എടുത്തില്ല. അധ്യാപകരെല്ലാം ഇതിൻ്റെ ഈ പ്രാഥമിക കാര്യം നിർവഹിച്ചത് തൊട്ടടുത്തുള്ള വീടുകളിൽ പോയിട്ടാണ്. പിന്നെ നമ്മൾ ആദ്യം യോഗയിലും ചേർന്ന് നമ്മുടെ ഈ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. സമരം മാനേജ്മെൻറ്റിൻ്റെ വീട്ടുപടിക്കലിലേക്ക് മാറ്റും എന്നൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ, നമ്മുടേതായ രീതിയിലുള്ള സ്വരത്തിലൊക്കെ പ്രധാന അധ്യാപകരോടും പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതിനിടയിൽ ഇത് നീണ്ടുപോയി, എന്നിട്ടും മൂത്രപ്പുര എന്നായി. പക്ഷേ അതിനിടെ വേറൊരു സംഭവം നടക്കുന്നത്, ഈ അടുത്തുള്ള വീട്ടുകാരൻ അവരുടെ സാമ്പത്തികമായ പ്രയാസം എന്തോ അവരുടെ ഒരു സൈഡിലുള്ള സ്ഥലം ഈ മാനേജ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായി. ഒരു നീളത്തിലുള്ള അതിൻ്റെ എൻഡ് വന്ന് കിടക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്, അതിരായിട്ട് തൊട്ടടുത്താണ്. ഈ മാനേജ്മെൻറ്റ് പിന്നെ ആ മൂത്രപ്പുര പണിയാൻ കണ്ടെത്തിയത് പിന്നെ ഈ എൻഡിലാണ്, എൻ്റെ വീടിൻ്റെ തൊട്ട ജനലിൻ്റെ എല്ലാം അടുത്തായിട്ട് വരും. അതിനടുത്തായിട്ട് മൂത്രപ്പുര സ്ഥാപിച്ചു. അതും പ്രാകൃത രീതിയിൽ തന്നെയാണ് ആ മൂത്രപ്പുരകൾ അവരെടുത്തത്. മേൽപ്പുരയൊന്നുമില്ല, കുറച്ച് കല്ലെല്ലാം വെച്ച് ഒരു കുഴി എടുത്ത് അങ്ങനെ ഉള്ളൊരു മൂത്രപ്പുര പ്രാകൃത രീതിയിൽ തന്നെയാണ്. അതിപ്പോൾ ഉണ്ട്, അവിടെ തന്നെ കാണുന്നുണ്ട്. ഇത്രയും പുരോഗമിച്ചിട്ടും ഇപ്പോഴും ആ മൂത്രപ്പുര തന്നെയാണ്. ഈ മൂത്രപ്പുര വന്നതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ തീരെ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയായി. കാരണം ഇത് രാവും പകലും ഇതിൻ്റെ സ്മെല്ല്, കുട്ടികൾ മൂത്രപ്പുര ഉണ്ടായി കഴിഞ്ഞാലും ഈ മൂത്രപ്പുരയുടെ സൈഡിൽ അവിടെ തന്നെ പിന്നെ മൂത്രമൊഴിക്കലല്ല. കുട്ടികളിൽ വലിയ മാറ്റമൊന്നും വരില്ല. അവർ പിന്നെ അധ്യാപകരെല്ലാം അവിടെ തന്നെ ആ പ്രാകൃതാവസ്ഥ തന്നെ ചെയ്യാം. സഹികെട്ടിട്ട് നമ്മുടെ കുടുംബം അവിടെ നിന്ന് ഈ സ്ഥലം എങ്ങനെയെങ്കിലും, കാരണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് എന്തിനാണ് സുഖമായി ഉറങ്ങാനും പറ്റണം. അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ കിട്ടുന്ന വിലക്ക് കൊടുത്ത് വീടും സ്ഥലമെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ നമ്മൾ നടത്തിയ സമരം വിജയിച്ചു. പക്ഷേ സമരം ചില ജീവിത പാഠവും കൂടി പഠിപ്പിച്ചു.